ശ്യാമാംബരം കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം പാലക്കോട് റൂട്ടിൽ കരുവഞ്ചാലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഒടുവള്ളിത്തട്ട്. അതിരാവിലെയുള്ള കോടമഞ്ഞും സൂര്യോദയവും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും താഴ്വരകളും ചെറുപുഴ കാപ്പിമല ദൃശ്യങ്ങളും ഈ സ്ഥലത്തെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു. അങ്ങോട്ട് പോയൊരു ചെറിയ റൈഡിൻ്റെ കാഴ്ചകളാണ്. പക്ഷേ കൂടുതലായിട്ട് ഞാൻ ഒടുവള്ളിത്തട്ടിനെ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. പകരം പോകുന്ന വഴികളാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. കാരണം പല വ്യൂവേഴ്സിനും പല പോയിൻ്റ് ഓഫ് വ്യൂസ് ആണല്ലോ ഉള്ളത്. ചിലർ പറയും റോഡ് കൂടുതൽ കാണിക്കാൻ, മറ്റു ചിലർ പറയും പോകുന്ന സ്ഥലങ്ങൾ കൂടുതൽ കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒടുവള്ളിത്തട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്ന റോഡ്, തളിപ്പറമ്പിൽ നിന്നുള്ള റോഡൊന്നും അധികം ആൾക്കാരും കാണിച്ചിട്ടില്ല. അപ്പോൾ ബൈക്ക് റൈഡേഴ്സിന് റൈഡ് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റോഡ് കാണുമ്പോൾ സന്തോഷമുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റോഡ് പ്രാധാന്യം കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ നിതിൻ മാത്യു. നമ്മുടെ സ്വന്തം ഹണ്ടർ 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് ആ വണ്ടിയുടെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നത്. കാരണം ആദ്യമൊക്കെ ഈ വണ്ടി ഭയങ്കര ഹാർഡായിട്ടോ റഫായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ സ്മൂത്തായി, നമുക്ക് കുറച്ചും കൂടെ ഹാൻഡ്ലിങ് ഈസി ആയത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഞാൻ ബ്രേക്ക് പാഡും ക്ലച്ച് കേബിളൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. കുറച്ച് ഓടിയിട്ടുണ്ടല്ലോ 10,000 കിലോമീറ്റർ. അത്യാവശ്യം ഞാൻ ഇറങ്ങുന്ന വഴികൾ പലതും കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞാണ്, വളവുകൾ നിറഞ്ഞ വഴിയാണ്. പിന്നെ ഇടയ്ക്ക് ഒരു 3-4 ലോങ്ങും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴായിരിക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു. എന്തായാലും ഞാൻ അതൊക്കെ മാറ്റി 10,000 കിലോമീറ്റർ സർവീസും ചെയ്തു. അത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഈ റൈഡ് എടുക്കുന്നത്. 10,000 കിലോമീറ്റർ പോയതിന് ശേഷം ഞാൻ 3-4 റൈഡ്, ഷോർട്ട് റൈഡാണല്ല, പക്ഷേ 3-4 റൈഡ് പോയിട്ടുണ്ട്. ഇനി ഒരു ലോങ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയലാണ് ഈ ഷോർട്ട് റൈഡുകളൊക്കെ. ലോങ് പോകാൻ വേണ്ടി മനസ്സിൽ വെച്ചിരിക്കുന്നത് കുട്ടിക്കാനം തന്നെയാണ്. അവിടെ എനിക്ക് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുട്ടിക്കാനത്തൊക്കെ എനിക്ക് റിലേറ്റീവ്സായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ ഞാൻ ബൈക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കുട്ടിക്കാനത്തെ യാത്രയ്ക്ക് മുന്നേ ഉള്ള ഒരു ടെസ്റ്റ് റൈഡ് തന്നെയാണ്. ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യുന്നതും വണ്ടി എത്രത്തോളം നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. വണ്ടിയായിട്ട് കുറച്ചും കൂടെ ഒന്ന് അടുത്ത് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ റൈഡുകളൊക്കെ ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പം നെടുവാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇത് ശ്രീകണ്ഠപുരം തളിപ്പറം റൂട്ടിലാണ് ഈ നെടുവാലൂർ. 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് റോഡിൽ 5 മിനിറ്റ്, അത് കണ്ടിന്യൂസ് തന്നെയാണ്, ബ്രേക്ക് ഇല്ലാതെ എടുത്തു. പിന്നീട് തളിപ്പറമ്പ് ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മറ്റൊരു ചെറിയ വീഡിയോ, ഒരു 6 മിനിറ്റ് ഉണ്ടത്. പിന്നീട് തളിപ്പറമ്പിന് ശേഷം ഒടുവള്ളി വരെയുള്ള ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ. ഇത് 3ഉം ഞാൻ കട്ട് ചെയ്തിട്ടില്ല, റെക്കോർഡിങ് കണ്ടിന്യൂസ് തന്നെ നടത്തുകയാണ് ചെയ്തത്. ഇപ്പം പറഞ്ഞപ്പോൾ നെടുവാലൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു പള്ളി പണിയുന്നുണ്ട്. നല്ല മനോഹരമായ പള്ളിയാണ് വരാൻ പോകുന്നത്. പണി തുടങ്ങി കുറച്ച് നാളേ ഉള്ളൂ. എനിക്ക് 1-2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകുമ്പോൾ വളരെ മനോഹരമായിരിക്കും ആ പള്ളി. കാരണം റോഡിൽ നിന്നൊരു വ്യൂ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ റൈഡേഴ്സൊക്കെ വരുമ്പം ഇതിലെ ഈ വഴിയൊക്കെ പോകുമ്പം അവിടെ നിർത്തി ആ റോഡിൽ വെച്ചും പള്ളിയുടെ അടുത്തും പോയി ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ റൈഡേഴ്സിന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. 2 വർഷം കഴിയും, നമുക്ക് കാത്തിരിക്കണം. അപ്പം 2 വർഷം കഴിഞ്ഞ് നമുക്ക് ആ പള്ളി കാണാം. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെയാണ് പൊതുവെ തിരക്ക് കുറവാണ്. നമ്മുടെ നീല കളറുള്ള നീല ബസ്സും പച്ച ബസ്സും മഞ്ഞ ബസ്സും ഒന്നും കാണാനില്ല. പിന്നെ വെള്ള KSRTC. എൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ പറയണല്ലോ, ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. നമ്മുടെ റെഡ് കളറ്, റെഡല്ല പിങ്കാണ് ശരിക്കും, ആ കളറിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഈ റൂട്ടിലില്ല കേട്ടോ. ബാക്കിയുള്ള ബസ്സുകളൊക്കെ ഇതിൽ അത്യാവശ്യം ഓടുന്നുണ്ട്. പിന്നെ കളർ കോഡ് ഇല്ലാതെ 1-2 ബസ്സുകൾ അത് വേറെയുമുണ്ട്. പക്ഷേ ഈ ബസ്സൊക്കെ വീഡിയോ ഫ്രെയിമിൽ വരുമ്പോൾ കാണാൻ നല്ലതാണ്. ഞാനിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ കാരണം, ആദ്യം ഞാൻ ഇഷ്ടപ്പെട്ടത് ടോൾ ഫ്രീ ട്രാവലറിൻ്റെ വീഡിയോസ് ആയിരുന്നു. മല്ലു ട്രാവലറിൻ്റെ വീഡിയോ പിന്നെ കണ്ടു തുടങ്ങി. പിന്നെ ആൽഫി ജെയിംസിൻ്റെ ബൈക്ക് റൈഡ് കണ്ടു തുടങ്ങി. അത് പക്ക ഓഫ് റോഡാണ്, നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് ആൽഫി ജെയിംസ് വീഡിയോസൊന്നും ചെയ്യുന്നില്ല.
പിന്നീടാണ് അവസാനമാണ് ഞാൻ മല്ലു ഡ്രോൺ ട്രാവലറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. മല്ലു ഡ്രോൺ ട്രാവലറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ചെറിയ പൈസ കൊടുത്തിട്ട് ഈ ക്യാമറ മേടിച്ചതും വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അപ്ലോഡ് ചെയ്യാൻ മാത്രം ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, ക്യാമറ ക്വാളിറ്റിയും മോശമായിരുന്നു. ഞാൻ എടുത്തത് എന്ന് പറയുമ്പം ഇപ്പോൾ ചെയ്യുന്നത് നല്ലതെന്നല്ല കേട്ടോ, ഇപ്പോൾ ചെയ്യുന്നതും അതേ ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ തന്നെയേ ഉള്ളൂ. പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പിടിച്ചു കയറുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇന്ധനം നിറയ്ക്കാനായിരുന്നു. ടയർ നേരെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പമ്പ് നിന്നാണ് നേരെ ചെക്ക് ചെയ്തത്. പക്ഷേ പമ്പ് നേരെ ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു പണി കിട്ടി. കാറ്റ് അധികമായിട്ട് കാണിക്കുന്നു. ചെക്ക് ചെയ്തപ്പോൾ തന്നെ 40 മുകളിലാണ് ഫ്രണ്ട് ടയറിന് കാണിച്ചത്. ഞാൻ 2 ദിവസം മുന്നെയാണ് എയർ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ഇത്ര ഓടി വന്നുകൊണ്ടാണോ എന്നറിയില്ല, എങ്കിൽ ഇത്രയധികം ഡിഫറൻസ് കാണിക്കില്ല. 2-3 പീസൊക്കെ മുകളിൽ വന്നു എന്നല്ലാതെ ഈ 6-7 പീസൊക്കെ കൂടുമോ? ഇല്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് പമ്പ് നേരെ ചെക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി ഇവിടെ നേരെ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല, പുറത്തെവിടെയെങ്കിലും പോയി ഒന്നും കൂടെ നോക്കണം. കാരണം ഈ മെഷീൻ്റെ എന്തെങ്കിലും ഫോൾട്ട് ആയിരിക്കാം. എന്തായാലും മനസ്സും ഒന്ന് തണുത്തു, ശരീരവും ഒന്ന് തണുപ്പിച്ചു, വണ്ടിയും ഞാൻ തണുപ്പിച്ചു. നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി നിർത്തുമ്പം, ട്രാഫിക്കിലൂടെ ഓടിക്കുമ്പം. എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ബർഗറും ഒരു ലൈമും കുടിച്ചു. ഇനി വീണ്ടും യാത്ര തുടരുകയാണ്. ബർഗർ ടേസ്റ്റോടെ കഴിച്ചിട്ട് ഒടുവിളിത്തട്ടിലേക്ക് നമുക്ക് അടുത്ത യാത്ര വീണ്ടും തുടരാം. ഇതുപോലെ നീണ്ടു കിടക്കുന്ന റോഡാണ് കേട്ടോ എനിക്ക് റൈഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അത് വെയിലൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാറ്റടിച്ച് നമ്മൾ തണുപ്പിക്കുമല്ലോ. നാടുകാണി ഇൻഫ്രാ പാർക്കിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് സ്പീഡ് ക്യാമറയൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. ഓവർ സ്പീഡ് കിട്ടിയാൽ നമുക്ക് ഫൈൻ വീട്ടിൽ വരും. അതുകൊണ്ട് സ്പീഡൊക്കെ കുറച്ച് ഒരു 60-70 റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാമല്ലോ. നല്ല കൂൾ റൈഡ്. ഇത് ഏത് കാലാവസ്ഥയിൽ ഇതിലെ ബൈക്ക് ഓടിക്കുമ്പോൾ നല്ല മഴയാണെങ്കിൽ ഒരു വൈബാണ്. ഇനി തണുപ്പ് കാലത്താണെങ്കിൽ ചെറിയ മഞ്ഞുണ്ടാവും. അതല്ലെങ്കിൽ 2 സൈഡിലൊക്കെ ആയിട്ട് പുല്ലിലൊക്കെ ചെറിയ വെള്ളം ഉണ്ടാകും. വേനൽക്കാലമായാലും നല്ല ഉണങ്ങി വരണ്ടിരിക്കുകയാണെങ്കിലും പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കാണാനും അതും ഒരു ഭംഗിയാണ്. ഒരു ബൈക്ക് നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം നാടുകാണി ഇൻഫ്രാ പാർക്കിൻ്റെ 2 സൈഡും. അവിടുന്ന് ചെറിയ റോഡുകൾ പല ഗ്രാമങ്ങളിലേക്കും പോകുന്നുണ്ട്. ആ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴികളും ഇപ്പം നന്നായി. കഴിഞ്ഞ ദിവസം ഞാൻ അവിടുന്ന് 1-2 സ്ഥലങ്ങളിലേക്ക് ബൈക്ക് ഓടിച്ചിരുന്നു. നല്ല ഭംഗിയുണ്ട്, അതിലേക്ക് റൈഡ് ചെയ്യാൻ നല്ലതാണ്. അപ്പം നമ്മൾ കണ്ണൂരിൽ ബൈക്ക് റൈഡ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളില്ലാന്ന് പല റൈഡേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്, കർണാടകത്തിൽ പോകുന്നത്, തമിഴ്നാട്ടിൽ പോകുന്നതെന്ന് പറയുമ്പം ഇവിടെ ഉണ്ട് കേട്ടോ, ബൈക്ക് റൈഡൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ ഹെൽമെറ്റിൽ ക്യാമറ വെക്കത്തില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷേ നമുക്ക് ചെസ്റ്റ് ബാൻഡിൽ വെച്ചിട്ട് ഓടിക്കാമല്ലോ. ബൈക്ക് റൈഡിനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഞാനിവിടെ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല. കാരണം ഒന്ന്, എനിക്ക് അതിന് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നന്നായി തന്നെ നോക്കണം. അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റൈഡുകളൊക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അധികം താമസിക്കാതെ ഞാൻ മനസ്സിലാഗ്രഹിച്ച ഒരു ലോങ് റൈഡ് ഉണ്ട്, പ്ലാൻ ചെയ്യും. പിന്നെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ കൂടെ റൈഡിന് പോയിരുന്ന ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ അല്പം വലിഞ്ഞിരിക്കുകയാണ്. അവരെയൊക്കെ ഒന്ന് കുത്തിപ്പൊക്കണം, പറ്റുമെങ്കിൽ അവരെയും കൂട്ടി ഈ കുട്ടിക്കാനെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങ് ദൂരെ പൈതൽമല കാണാം കേട്ടോ. ക്യാമറയിൽ നമുക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. പൈതൽമല കുടിയാമല ഭാഗത്താണ്. ഇവിടുന്ന് ഒരുപാട് സഞ്ചാരികൾ പോകുന്നതാണ്. പാലക്കയന്താട്ട് ഉണ്ടായിട്ട് അടുത്ത്. പക്ഷേ ഞാനിവിടെ ഒന്നും അധികം പോയിട്ടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. ബൈക്ക് ഓടിച്ച് ഇതുവരെ പോയിട്ടുമില്ല. അപ്പം അവിടെയൊക്കെ ഒന്ന് ബൈക്ക് ഓടിച്ച് പോകണമെന്നുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ അത് പോകും. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടും. അപ്പം ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ ഇതിനായിട്ടായിട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന കുറച്ച് സമയമുണ്ട്, ഭാഗ്യം പോലെ കിട്ടുന്നത്. ആ സമയത്ത് ഞാനിത് ആസ്വദിച്ച് ചെയ്യുന്നതാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നു. ഇത് പറയുമ്പോൾ മറ്റു കാര്യം കൂടെ പറയട്ടെ. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ 2022 ആദ്യമായിട്ട് ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് തുടങ്ങിയത്.
അതിനുശേഷം ഞാൻ 2 വർഷത്തോളം വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടില്ല, 1.5 വർഷമായിട്ടാണ് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും എനിക്കൊരു 1500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1500 ആയില്ല കേട്ടോ, 1200 ആണ്. ഇന്ന് നോക്കുമ്പോൾ 1220 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളത്. അതിനകത്തൊരു 20-30 പേരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതിൽ തന്നെ എൻ്റെ വീഡിയോസ് ഇട്ടാൽ മുഴുവൻ കാണുന്നൊരു 10 പേരേ ഉള്ളൂ. ആ 10 പേര് എൻ്റെ സപ്പോർട്ടാണ്. അങ്ങനെ ആ 10 പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പം എനിക്ക് ഏതാണ്ട് 1000 വാച്ച് അവറിന് മുകളിലായി. ഇനി 3000 വാച്ച് അവറും കൂടെ ആയിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ പ്രോസസ്സിലോട്ട് പോകാമല്ലോ. അപ്പം ഈ കാണുന്നവരും അറിയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നെ എവിടം വരെ എത്തിക്കണമെന്ന് ഞാനൊരു സജഷൻ പറയണം കേട്ടോ. സാധിക്കുന്നവരൊക്കെ ചെയ്യണേ. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നൊരു റൂട്ട് തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് കാവ്യാത്മകമായി പറയാം. മഞ്ഞുമലയെ തൊട്ടുണർത്തുന്ന ഉദയസൂര്യൻ, ഒടുവള്ളിത്താട്ടിലെ കാഴ്ച ഭയങ്കര ഭംഗിയാണ്. സുന്ദരമായ കാഴ്ചകളെ മറച്ചു പിടിക്കാനെന്ന പോലെ ചുറ്റിലും മലനിരകളുണ്ട്. ആ മലനിരകൾക്ക് താഴെ പ്രകൃതി പച്ചപ്പിൻ്റെ പുതപ്പ് വിരിച്ചിരിക്കുന്നു. അത് സാഹിത്യമാണ്. മഞ്ഞിനെ വാരിപ്പുടർന്ന് നിൽക്കുന്ന അത്തരമൊരു ഭൂമികയുടെ മായിക കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. ഒരിക്കലെങ്കിലും കണ്ടിരിക്കുന്ന സ്ഥലം എന്ന പോലെ യാത്രാപ്രേമികൾക്ക് ഇങ്ങോട്ട് വരാം. ഒടുവള്ളിത്തട്ട്, തളിപ്പറമ്പ് ആലക്കോട് പാതയിൽ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ എത്തുന്നതിന് മുന്നെയാണ് ഒടുവള്ളിത്തട്ട്. അതിരാവിലെ ആയാൽ ഉദയസൂര്യൻ്റെ മോഹന കാഴ്ചകൾ ആസ്വദിക്കാം. എന്ന് പറഞ്ഞാൽ രാവിലെ സൺറൈസ് കാണാമെന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയടിവാരത്തിൽ സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന കാഴ്ച ഒരു ഭംഗി തന്നെയാണ്. പ്രധാന പാതയ്ക്കരികിൽ കോടമഞ്ഞിൻ്റെ കരങ്ങൾ വന്ന് പൊതിഞ്ഞിട്ടുണ്ടാവും. ഇതും ഒടുവള്ളിത്തട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സുന്ദരിയായ പ്രകൃതിയും പച്ചപ്പ് വിരിച്ച താഴ്വരയും കോടമഞ്ഞും മലനിരകളും ഏതൊരു യാത്രാപ്രേമിയും ആകർഷിക്കും. മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ കാപ്പിമലയും ചെറുപുഴയും വിദൂരതയിൽ ദൃശ്യമാകും. സഞ്ചാരികൾ ഒരുപാട് സമയത്ത് എത്തി തുടങ്ങിയിരുന്നു. ഇപ്പം ഈ വർഷമൊക്കെ മഞ്ഞൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു 3-4 വർഷം മുന്നേ, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു ഇവിടെ. ആ സമയത്ത് ഒരുപാട് ആളുകൾ വന്നു. അതിനുശേഷം ലോക്ക്ഡൗണൊക്കെ റിലീസായി തുടങ്ങിയ സമയത്ത് കുറേ തട്ടുകടകളൊക്കെ വന്നു. ആഹാ, അന്തസ് നല്ലതല്ലേ. കുറച്ച് പേർക്ക് കച്ചവടവും കിട്ടിയല്ലോ. ഞങ്ങൾ ബൈക്ക് റൈഡേഴ്സിനെ കൊണ്ടും ട്രാവലേഴ്സിനെ കൊണ്ടും കുറച്ച് പേർക്ക് അവിടെ ചെറിയ കച്ചവടങ്ങളൊക്കെ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും തുടങ്ങിയിരുന്നു അവിടെ ഒരു തട്ടുകട. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം തീരെ കുറഞ്ഞു, കച്ചവടം കുറഞ്ഞ് ആൾ പൂട്ടിപ്പോയിട്ടുണ്ടായത്. തളിപ്പറമ്പ് 16 കിലോമീറ്റർ ഈ സ്ഥലത്തേക്കുള്ളൂ. അടുത്ത എയർപോർട്ട് കണ്ണൂർ മട്ടന്നൂരാണ്, അല്ലെങ്കിൽ മംഗലാപുരം ദൂരമാണ്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ അല്ലെങ്കിൽ കണ്ണൂരാണുള്ളത്. തലശ്ശേരിയിൽ വന്നാൽ മറ്റൊരു റൂട്ടിൽ വരാം. മട്ടന്നൂർ കൂടിയിട്ട് ശ്രീകണ്ഠാരം കൂടിയിട്ട് വേണമെങ്കിലും ഈ വഴി വരാം. ഇത്രയൊക്കെയാണ് ഈ വഴിയുടെ ഏറ്റവും ലളിതമായ വിവരണങ്ങൾ. ആ ഒടുവള്ളിത്തട്ടിൻ്റെ ഇറക്കമാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് മുന്നോട്ട് താഴോട്ട് പോകുമ്പോഴാണ് നിർത്തി ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഒരു സമയത്ത് അതൊരു മുട്ടക്കുന്ന് പോലെ കിടക്കുകയായിരുന്നു, റബ്ബറൊക്കെ മുറിച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ താഴെ വാഴയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ആ വ്യൂ മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിർത്തുന്നില്ല. നേരെ താഴെ പോയിട്ട് ഒരു ചായയോ ഒരു വെള്ളമോ എന്തെങ്കിലും കുടിക്കണം, തൊണ്ട വരളുന്നു. അപ്പം നമുക്ക് ആ റോഡിൻ്റെ ഭംഗി ആസ്വദിച്ചങ്ങ് പോകാം.
ഒടുവള്ളിത്തട്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, കരുണാപുരം എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒന്ന് കയറി പിന്നെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും അടുത്ത യാത്ര തുടങ്ങുകയാണ്. തളിപ്പറമ്പിലേക്ക് പോവാണ്. അപ്പം ഒടുവള്ളിത്തട്ടിൽ വണ്ടി നിർത്തി ചുമ്മാ തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തളിപ്പറമ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം വണ്ടി ഒന്ന് സർവീസ് സെൻറ്ററിലേക്ക് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1000 കിലോമീറ്റർ മുന്നെയാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഇവർക്ക് കമ്പ്യൂട്ടറിൽ എന്തോ റീസെറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് 10,000 ആകുമ്പം നമുക്ക് മെസ്സേജ് വരും. ഇപ്പോൾ ആ മെസ്സേജ് വരുന്നുണ്ട് ഒരു സ്പാനറിൻ്റെ സിമ്പിൾ. അതുകൊണ്ട് ആ സാധനം മാറ്റണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഓരോ തവണയും. അതുകൊണ്ട് ഞാൻ നേരെ തളിപ്പറമ്പിലേക്ക് പോവാണ്. അതും മാറ്റി റെഡിയാക്കിയതിന് ശേഷം തിരിച്ച് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോകും. ഇത്രയാണ് ഇന്നത്തെ യാത്രാ പ്ലാൻസ് മനസ്സിലുണ്ടായിരുന്നത്. കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ ഈ റോട്ടിൽ കൂടെ ഒന്ന് വണ്ടി ഓടിക്കണം, അത്ര തന്നെ ഉള്ളൂ. കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയതാണ്. ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അതിന് മുകളിൽ സമയമൊന്നുമില്ല. മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ യാത്ര പോകുന്ന സമയത്തായാലും കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. പെട്രോൾ അടിക്കാനും ചായ കുടിക്കാനുള്ള പൈസ അല്ലാതെ വേറെ ഒന്നും കയ്യില്ലാത്ത സമയത്താണ് ഈ യാത്രകളൊക്കെ ഇറങ്ങിയത്. ഇനി പോകാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേറെ കുളാബും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കിയിട്ട് വേണം ഈ യാത്രകളൊക്കെ തുടരാൻ വേണ്ടിയിട്ടും. പക്ഷേ അവസാനിപ്പിക്കില്ല, പോകാൻ പറ്റുന്ന അത്രയും പോകും. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു 5 അല്ലെങ്കിൽ 10 വർഷം കൊണ്ടൊക്കെ ചിലപ്പം ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളായിരിക്കും. അല്ലെങ്കിൽ എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മളൊന്ന് വീണ് പോകുന്നതിന് മുന്നേ ഒരുപാട് ലോങ് വേ ടു ഗോ എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ട് പോകും. കൂടുതൽ കാഴ്ചകൾ കേരളവും കർണാടകവും തമിഴ്നാടും ആന്ധ്രയും. ഞാൻ ലഡാക്കിൽ പോകുന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു സൗത്ത് ഇന്ത്യയിലായിട്ട് എന്തായാലും പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്തായാലും സാധിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനൊക്കെയുള്ള ട്രയൽ തന്നെയാണ് ഈ ചെറിയ യാത്രകളൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ കോൺഫിഡൻസ് വന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതും എന്തായാലും പറയണം. 2021 കാലഘട്ടത്തിൽ ഞാൻ ബൈക്ക് ശരിക്കും അന്നേരമാണ് ഓടിക്കുന്നത്. അതിന് മുന്നേ സ്കൂട്ടിയും ആക്റ്റീവയൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഒരു TVS Apache RTR 180 അതാണ് ഒരു ബൈക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്ത് സ്വന്തം ബൈക്ക്. ഞാൻ എടുക്കുമ്പോൾ ആ വണ്ടി 70-75 കിലോമീറ്റർ ഓടിയതായിരുന്നു. അത് ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പണിയൊന്നും എടുത്തില്ല, കുറച്ച് പണികളൊക്കെ എടുത്തു. അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പം കോവിഡ് കാലത്ത് തന്നെയാണത്. ബസ്സുകളൊക്കെ വളരെ കുറവായ സമയത്ത് എനിക്കൊന്ന് അട്ടപ്പാടി പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. ആ സമയത്ത് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബൈക്കിന് പോകാൻ തീരുമാനിച്ചു. ഞാൻ രാവിലെ 5 മണിക്കാണ് കണ്ണൂരിൽ നിന്ന് വിട്ടത്. കയ്യിൽ കുറച്ച് കാശേ ഉണ്ടായിരുന്നുള്ളൂ. പെട്രോൾ അടിക്കാനും അത്യാവശ്യം ചിലവുള്ള പൈസയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. രാത്രി ബസ്സുകളൊക്കെ കുറവാണ്. പിന്നെ വന്നിട്ട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ഉണ്ടാവില്ല. വണ്ടിക്കൊന്നും പണി കിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഒരു കുഴപ്പമില്ലാതെ 500 കിലോമീറ്റർ ഞാൻ പോയി. ഒരു ദിവസത്തിൽ പോയി ഞാൻ തിരിച്ചു വന്നു. വെളുപ്പിന് 5 മണിക്ക് കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര ഞാൻ രാത്രി 11 മണിയായപ്പോൾ തിരിച്ച് കണ്ണൂരെത്തി. ഞാൻ കണ്ണൂരാണ് നിന്ന്, വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്കും ബൈക്ക് റൈഡൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത്. അന്ന് ഞാൻ കുക്കുപ്പൊടിയൊക്കെ എത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി. നമ്മൾ അട്ടപ്പാടി ചുരം കയറുന്നതിൻ്റെ താഴെ ഭാഗത്ത്. ആ സ്ഥലത്തിൻ്റെ പേര് കുക്കുപ്പൊടിയല്ല കേട്ടോ, വേറെ എന്തോ ആണേ, ഞാൻ മറന്നുപോയി. കുക്കുപ്പൊടി മുകളിലാണ്. അപ്പം എന്തായാലും ആ സ്ഥലത്ത് ആ ചെക്ക് പോസ്റ്റ് തുടങ്ങുന്നിടത്തൊരു ചായക്കടയുണ്ട്. ഞാൻ ചായ കുടിച്ച് ഒരു ചായയും പഴംപൊരിയും മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ആളെന്നോട് ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, ബൈക്ക് എടുത്ത് അട്ടപ്പാടി പോവാണെന്നൊക്കെ പറഞ്ഞപ്പം ചോറ് കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കഴിച്ചില്ല, കാരണം ഉച്ച സമയമായല്ലോ. ഉച്ചയ്ക്ക് പഴംപൊരിയൊക്കെയാണോ തിന്നുന്നത്? സാരല്ല ചോറ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മൾ കയ്യിൽ അത്രയേ കാശുള്ളൂ എന്ന് ഓർത്തിട്ട് പിശുക്കി പിടിച്ചിരിക്കുകയാണ്. ആൾ ചോറെടുത്ത് തന്നു. ഞാനോർത്ത് കാശ് മേടിക്കരുത്, ഒരു മീൻ വറുത്തത് തന്നു. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആൾ കാശൊന്നും മേടിച്ചില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ എടുക്കുന്ന റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് ഈ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊരു കാറിലാണ് പോയിട്ട് ഇരുന്നെങ്കിൽ കഴിക്കുന്നെങ്കിൽ നമുക്ക് ആരും ഫ്രീ ആയിട്ട് ഫുഡ് തരില്ല. ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാനിത് പറഞ്ഞത് എനിക്ക് ഈ യാത്രകൾ പോകാനുള്ള കോൺഫിഡൻസ് കിട്ടിയ ആദ്യത്തെ സംഭവം അതാണ്. ഞാനന്ന് പോയി തിരിച്ചു വന്നു, സുരക്ഷിതമായി തിരിച്ചു വന്നു. വണ്ടിക്ക് ഒരു പണിയും കിട്ടിയില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, എനിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അധികം സ്പീഡൊന്നും ഇല്ലാതെ ആ വണ്ടിക്ക് മാക്സിമം എൻ്റെ റേഞ്ച് സ്പീഡ് എന്ന് പറഞ്ഞാൽ 45-50 ആയിരുന്നു.
50-ന് മുകളിൽ മൈലേജ് എനിക്ക് ആ വണ്ടിയിൽ കിട്ടുമായിരുന്നു. അത് തന്നെയായിരുന്നു ഒരു സന്തോഷം. ഏതായാലും ഈ യാത്രയും ഏതാണ്ട് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു സൗത്ത് ഇന്ത്യ റൈഡിൻ്റെ ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ദൂരങ്ങളൊക്കെ ഓടണം. അടുത്ത വർഷമാണ് സൗത്ത് ഇന്ത്യ റൈഡ് ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതിന് മുന്നേ 1-2 ലോങ്ങുകൾ ഞാൻ ഈ ബൈക്കിൽ എന്തായാലും പോവും. അത് പോകണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. എങ്കിലും സാധിക്കുമെന്നൊന്നും അറിയില്ല. സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആയി വരികയാണെങ്കിൽ എന്തായാലും ഒരു റൈഡ് ഉണ്ടാവും. അപ്പോൾ അതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളാണ് എൻ്റെ ബലം. നിങ്ങൾ പറയാറുണ്ടല്ലോ ആ യാത്രകൾ നന്നായിട്ടുണ്ടായിരുന്നു, ഇനിയും പോകണം, നല്ല വീഡിയോ ആയിരുന്നു എന്നൊക്കെ. നല്ല വീഡിയോ ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ല വീഡിയോ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ എനിക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഫേമസ് ട്രാവലേഴ്സിനെ പോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലിട്ട് അധികം താമസിക്കാതെ തന്നെ കാണാം.